മധുര മീനാക്ഷി ദേവിയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗാ നദിക്ക് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. മധുര ഇപ്പോഴുള്ള സ്ഥലം വനമായിരുന്നു, കദംബവനം. ഈ വനത്തിലൂടെ ധനഞ്ജയൻ എന്നൊരു വ്യാപാരി യാത്ര ചെയ്യുകയായിരുന്നു. തത്സമയം ദേവേന്ദ്രൻ ഒരു കദംബ വൃക്ഷത്തിനടിയിൽ സ്വയംഭൂവായ ശിവലിംഗത്തെ പൂജിക്കുന്നത് കാണാനിടയായി. അദ്ദേഹം ഈ വിവരം അപ്പോഴത്തെ രാജാവായ കുലശേഖര പാണ്ഡ്യനെ അറിയിച്ചു. കുലശേഖര പാണ്ഡ്യൻ സ്വയംഭൂവായ ശിവലിംഗം കാണപ്പെട്ട സ്ഥലത്ത് ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിനു ചുറ്റും വലിയൊരു നഗരവും രൂപീകരിച്ചു. നഗരത്തിന് നാമം നൽകുന്ന ദിവസം മഹാദേവൻ പ്രത്യക്ഷനാകുകയും അവിടുത്തെ ജനങ്ങളെയും നഗരത്തെയും അനുഗ്രഹിക്കുകയും തൻ്റെ ജടയിൽ നിന്നും തീർത്ഥം തളിക്കുകയും ചെയ്തു. അതുകൊണ്ടാണത്രേ മധുരം വീണ നഗരം എന്ന അർത്ഥത്തിൽ ഈ നഗരം മധുര എന്ന് അറിയപ്പെട്ടത്. കുലശേഖരൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകനായ മലയധ്വജ പാണ്ഡ്യൻ രാജാവായി. മലയധ്വജ പാണ്ഡ്യനും പത്നിയായ കാഞ്ചനമാലയ്ക്കും സന്തതികൾ ഉണ്ടായിരുന്നില്ല. അവർ ശിവനെ പൂജിച്ച് യാഗം നടത്തുകയും യാഗാഗ്നിയിൽ നിന്നും സാക്ഷാൽ ആദിപരാശക്തി 3 വയസ്സുള്ള ഒരു ബാലികയുടെ രൂപത്തിൽ പിറവിയെടുക്കുകയും ചെയ്തു. അവൾക്ക് 3 സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ മലയധ്വജ പാണ്ഡ്യൻ ആൺകുട്ടി ഉണ്ടാവാത്തതിനാൽ ഏറെ ദുഃഖിതനായിരുന്നു. അപ്പോൾ ഒരു അശരീരി ഉണ്ടായി. ഈ പുത്രിക്ക് താടതാങ്കൈ എന്ന് നാമകരണം ചെയ്യുക, അസ്ത്രവിദ്യകളിലും ആയോധന വിദ്യകളിലും പരിശീലനം നൽകി പുത്രനു തുല്യം വളർത്തുക. എപ്പോൾ ഈ ബാലിക വളർന്ന് താൻ വിവാഹം ചെയ്യുവാനുള്ള പുരുഷനെ കണ്ടെത്തുന്നുവോ അപ്പോൾ അവളുടെ 3ാമത്തെ സ്ഥാനം അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത്രയുമായിരുന്നു അശരീരി. മലയധ്വജ പാണ്ഡ്യൻ അശരീരി പ്രകാരം തൻ്റെ പുത്രിക്ക് താടതാങ്കൈ എന്ന് തന്നെ നാമകരണം ചെയ്തു. പുത്രനു തുല്യം വളർത്തി. യുദ്ധവിദ്യകളിലും 64 കലകളിലും ആയോധന കലകളിലും പരിശീലനം നൽകി. ആ രാജ്യത്തെ ആചാരമനുസരിച്ച് അവിടെ പുരുഷന് മാത്രമേ രാജ്യം ഭരിക്കുവാൻ അധികാരമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ രാജാവിന് പുത്രിയെ വിവാഹം കഴിപ്പിക്കുവാൻ തിടുക്കമായി. ഒരുപാട് രാജാക്കന്മാർ താടതാങ്കിയുടെ സ്വയംവരത്തിന് സമ്മാനങ്ങളുമായി എത്തി. എന്നാൽ താടതാങ്കി ആകട്ടെ തന്നെ യുദ്ധത്തിൽ ആരാണോ കീഴ്പ്പെടുത്തുന്നത് അയാളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് ശഠിച്ചു. എല്ലാ രാജാക്കന്മാരും താടതാങ്കിയോട് പരാജയപ്പെട്ടു. മകളുടെ വിവാഹം കാണുവാനുള്ള യോഗമില്ലാതെ മലയധ്വജ പാണ്ഡ്യൻ മരണപ്പെട്ടു. താടതാങ്കി മധുരയുടെ രാജ്ഞിയായി. മീനിൻ്റെ ആകൃതിയിലുള്ള കണ്ണുള്ള അവളെ ആ രാജ്യത്തെ ജനങ്ങൾ മീനാക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ കഥയുടെ ബാക്കി അറിയാൻ 2ാം ഭാഗം കാണുക.